شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الأحباء أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنحنكة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب وأن تستقسموا بالأزلام ذلكم فسق اليوم يئس الذين كفروا من دينكم فلا تخشوهم واخشون اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فمن اضطر في مخمصة غير متجانف لإثم فإن الله غفور رحيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ ഹജ്ജിൻ്റെ അലയൊലികളിലാണ് നാം. ബലി മൃഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ബലിയുടെയൊക്കെ നിയ്യത്തിൽ നമ്മൾ ആ ഒരു മഹത്തായ ആരാധനയുടെ അതോടൊപ്പം ആഘോഷത്തിൻ്റെ ഓർമ്മകളിലേക്ക് കർമ്മങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതിഥികളായി ഈ പ്രാവശ്യം എത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാർ അവരുടെ ഹജ്ജ് എന്ന കർമ്മത്തിലേക്കുള്ള പ്രത്യേക ഒരുക്കങ്ങളിലുമായി ഹറമിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങളാണ് ഹജ്ജ്. ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് കഴിഞ്ഞ ദിവസം നാം സമീപിച്ചിരുന്നു. ആ അർത്ഥത്തിൽ കൂടുതൽ നന്മകളിലൂടെ ജീവിക്കുവാൻ, സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അറഫ, ഇത് ഹജ്ജിൽ പങ്കെടുക്കുന്നവർക്ക് എന്നതുപോലെ ലോകത്തുള്ള മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും ഏറെ പവിത്രമായ ഒരു ദിവസമാണ്. ആ ദിവസത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിക്കുന്നത് അള്ളാഹു ഏറ്റവും ഏറെ ആളുകൾക്ക് പാപമോചനം കൊടുക്കുന്ന, നരകമോചനം നൽകുന്ന ദിനം എന്നാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ അറഫ ഇതൊക്കെ പറയുമ്പോഴും പേടിയാണ്. മക്കത്ത് അറഫ ചൊവ്വാഴ്ചയാണ്. നമ്മുടെ നാട്ടില് മാസപ്പിറ കാണുന്ന ദിവസത്തിൽ കാലമേഘമൊക്കെ മൂടിയതിനാൽ കാണാൻ കഴിഞ്ഞില്ല എന്നതിനാൽ നമ്മുടെ ഉമ്മത്തിൻ്റെ ഉമറാക്കൾ തീരുമാനിച്ചത് ബുധനാഴ്ച എന്നാണ്. അതേത് വേണം എന്ന് നമ്മുടെ അറിവിൽ അറഫയിലെ ആ ദിനത്തിന്റെ പ്രാധാന്യവുമൊക്കെ റസൂലുള്ള വളരെ ഗൗരവത്തോടെ സൂചിപ്പിച്ചു എന്നതിനാൽ
ആ ഒരു ദിവസത്തെ നോമ്പൊക്കെ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇപ്പം നമ്മൾ വെക്കേഷനൊക്കെയാണ്, മക്കളൊക്കെയും വീട്ടിലുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമൊക്കെ പെയ്തിറങ്ങി തണുത്ത ഒരു സാഹചര്യം കൂടിയാണ്. കഴിയുന്ന ആളുകളൊക്കെയും ആ വ്രതം കുടുംബത്തോടൊപ്പം തന്നെ നോൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയെങ്കിലുമൊക്കെ നമുക്കിതുവരെ നിർവഹിക്കാൻ കഴിയാതെ പോയ നമ്മുടെ മനസ്സിലുള്ള ആ ഹജ്ജൊക്കെ, അതിൻ്റെ ഓർമ്മകളിലേക്കൊക്കെ നമുക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വാഭാവികമായും അറഫയുടെ ദിനത്തിലാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പറയുന്നവർ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ചൊവ്വാഴ്ച തന്നെ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. ഹറാമാണ് എന്നൊന്നും നമ്മൾ വിധി പറയാൻ പോകേണ്ടതുമില്ല. എന്തായാലും സത്യം മനസ്സിലാക്കുവാൻ, ഇതിലേക്കൊക്കെ പൂർണ്ണമായി എത്തിച്ചേരുവാൻ അള്ളാഹു നമ്മുടെ ഉമ്മത്തിനും ഉലമാക്കൾക്കും സൂചിപ്പിക്കുന്നത് അറഫ ഒരു വലിയ ചരിത്രത്തിന്റെ ഓർമ്മയാണ്. ചില കഥകളൊക്കെ ഉണ്ട്, അതിന് ഇസ്ലാമികമായി വലിയ പ്രമാണങ്ങളൊന്നുമില്ല. അഥവാ ആദം അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയും കൂടി ആദ്യമായി കണ്ടുമുട്ടിയ ദിവസമാണ് അറഫ. അതുകൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയത്. അവര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നൊക്കെ. ഇതിനൊന്നും കൃത്യമായ രേഖകളൊന്നും സഹീഹായി വന്നിട്ടില്ല. പക്ഷേ നാം മനസ്സിലാക്കുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ വചനങ്ങളാണ്. റസൂൽ ജീവിതത്തിൽ ഒരിക്കലേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കലേ ഹജ്ജ് നിർബന്ധവുമുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നിലേറെ ഹജ്ജ് ചെയ്യുന്നത് പോലും അത്ര ഗുണകരമാകില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒന്ന് ചെയ്യേണ്ട ആളുകൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ നമ്മൾ 2, 3 ഒക്കെ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഫർള് കിട്ടാൻ ശ്രമിക്കുന്ന ആളുകളെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളൊരു കുറ്റം വരെ നമ്മൾ ചെയ്യുമെന്നൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ചെയ്യാൻ നിയ്യത്ത് വെക്കുകയും അത് പരമാവധി സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ അവസരം കിട്ടുമ്പോൾ ശ്രമിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ഹജ്ജ് എന്നതിൽ കവിഞ്ഞ് ആ ഒന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം പരമാവധി ഈമാനികമായി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഹാജിയാകൽ എളുപ്പമാണെന്ന് പറയാം. 5-6 ലക്ഷം റുപ്യ എടുത്താൽ നമുക്കൊരു ഹാജി ആകാം, അല്ലെങ്കിൽ ഹജ്ജു ചെയ്യാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഹജ്ജിന്റെ പവിത്രതയോടെ ജീവിക്കാൻ കഴിയുക എന്നതാ പ്രയാസം. റസൂലുള്ളാഹി മബ്റൂറായ, അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് നിർവഹിച്ച് കിടന്നാലുള്ള പുണ്യം അത് പോകാനും ആ മനസ്സെടുക്കണം അല്ലെ. ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിച്ച് ആളുകളുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് കഴിഞ്ഞു പോയ പാപങ്ങൾക്കൊക്കെ റബ്ബിന്റെ അടുക്കൽ ചെന്ന് അറഫയുടെ താഴ്വരയിൽ കരഞ്ഞു പറയാം അല്ലെ. മറ്റേ ആ സമൂഹത്തിൽ അവിടെ നമുക്കറിയാം, അവിടെ പോയ ആളുകൾക്കറിയാം, നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അവിടെ ആളെത്തുന്നതൊക്കെ ഏകദേശമൊക്കെ കരയും. അതൊരു മാസ് സൈക്കോളജിയാണ് അല്ലെ. എല്ലാവരും കരയുന്ന പോലെ കരയാന്നറിയുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ മനസ്സിനകത്ത് നിന്ന് തൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ ആലോചിച്ച് അല്ലെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം, സ്ഥലം അല്ലെ, ആ സ്ഥലത്ത് നിന്ന് ആ സമയത്തിരുന്ന് ആ പൊരി വെയിലത്ത് അവിടെ നിന്നുകൊണ്ട് അള്ളാഹിനോട് കരഞ്ഞു പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കും. അപ്പോഴേ സ്വീകരിക്കുന്നാണോ? അല്ല. കാരണം എന്താ? പോകാൻ കഴിയാത്ത കോടിക്കണക്കിന് മുസ്ലിങ്ങളില്ലേ, അവർക്ക് അള്ളാഹ് മാപ്പ് കൊടുക്കും. അതിന് മറ്റൊരുപാട് അവസരങ്ങൾ അള്ളാഹ് നൽകുന്നുണ്ട്. പക്ഷെ ആ പോകുന്നത് ആ പറഞ്ഞതുപോലെ എല്ലാം കഴുകിക്കളയാനുള്ള അവസരങ്ങളായി ഉപയോഗിക്കാൻ കഴിയണം. അവിടെ നോക്കൂ, വല്ലാത്തൊരു സന്ദേശമാണ് അറഫയുടെ സന്ദേശം. നമ്മൾ ലോകത്ത് എല്ലായിടത്തും വ്യത്യസ്തരായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മളൊക്കെ നമ്മുടെ വ്യത്യസ്ത ഗ്രേഡ് അനുസരിച്ചാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെയല്ല, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വാഹനം അല്ലെ, നമ്മുടേതായ ഓരോ അലങ്കാരങ്ങൾക്കനുസരിച്ചാണ് വന്നത്. എന്നാൽ ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേകിച്ച് അറഫയുടെ പാൽക്കടൽ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അവിടെ ആരൊക്കെ ഉണ്ട് അല്ലെ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മുസ്ലിം അവിടെ ഉണ്ട്, മഹാദരിദ്രനായ മുസ്ലിം അവിടെ ഉണ്ട്. ഈ മഹാദരിദ്രനായ മുസ്ലിം ഹജ്ജിനെത്തുമല്ലോ അല്ലെ? സൗദിയിലെ ആ ഗ്രാമങ്ങളിലൂടെയൊക്കെ ആടിന് വെച്ച് നടക്കുന്ന കുറെ ബന്ധുക്കളില്ലേ, നമ്മളെക്കാളൊക്കെ മഹാദരിദ്രന്മാരായ ആടിനെ മേച്ച് ആടിന്റെ പാല് കുടിച്ച് ഒട്ടകത്തിന്റെ പാല് കുടിച്ച് അങ്ങനെ ജീവിക്കുന്നവർ, ചെറിയ ചെറിയ കൂലകളിൽ താമസിച്ചു പോകുന്നവർ, അവരും ഹജ്ജിനെത്താറുണ്ട്.
തിരിയോ അവരെ? നിറം കണ്ടിട്ട് തിരിയോ? ഇല്ലല്ലോ. കാരണം കരുണാട്ടിൽ തിരിയണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മഹാകോടീശ്വരന്മാരുണ്ട് കറുത്ത നിറത്തിൽ, അമേരിക്കയിൽ നിന്ന് വരുന്നവരുണ്ട് കറുത്തവരായിട്ട്. അപ്പൊ നിറം കൊണ്ടിട്ട് മുതലാളിയോ പൈസ പാപ്പാട്ടോന്നൊന്നും തിരിയില്ല. അവിടെ തിരിയാനുള്ള കുറെ അടയാളങ്ങളാണ്. നമ്മുടെ വസ്ത്രവും വാഹനവും അതൊന്നും അങ്ങോട്ട് പ്രവേശനമല്ല. അല്ലെ? നമ്മളെ കൃത്യമായി ആലോചിക്കേണ്ട ഒരു വശം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടേതായ കുറെ കിബറുകളിൽ ജീവിക്കുന്നവരാ ഇപ്പോഴും. അല്ലെ? മനുഷ്യൻ അവന്റെ തക്കാസുറിൽ അവന് കിട്ടിയേക്കുന്ന മേന്മകളില് വലിപ്പം നടിച്ചങ്ങനെ പോകുന്നവനാണ്. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവർ, നമ്മളെക്കാൾ ജോലിയിൽ താഴ്ന്ന പദവിയിലുള്ളവർ, നമ്മളെക്കാൾ ചെറിയ വീട് വെച്ചവർ, നമ്മളെക്കാൾ ചെറിയ വാഹനമുള്ളവർ, അല്ലെ? നമ്മുടെ അത്ര മുന്തിയ വസ്ത്രമൊന്നും ധരിക്കാൻ കഴിയാത്തവർ, അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തോ ചെറിയ ചെറിയ ഏറ്റപ്പറ്റുകളൊക്കെ തോന്നുന്നുണ്ടോ എങ്കിൽ അറഫയിൽ നമുക്കത് കഴുകണം. അവിടെ പോയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് അറഫയുടെ നോമ്പിൽ നമുക്കത് കഴുകണം. എല്ലാവർക്കും അവിടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫൻ ഡ്രസ് നോക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ. അതിന് നമ്മൾ ബ്രാൻഡ് ചോദിക്കലില്ല. അല്ലെ? നമ്മൾ 10 രൂപയുടെ ടവ്വല് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബ്രാൻഡ് നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും, അതിന്റെ ലോങ് ലൈഫ് നോക്കില്ല, ഇതൊക്കെ നോക്കും. പക്ഷെ നമ്മൾ മയ്യത്ത് പുറയ്ക്കാനുള്ള വസ്ത്രം എങ്ങനെയാ പുതിയ പോയി ചോദിക്കല്? എവിടുന്ന അവരത് എടുത്തരാറുള്ളത്? അവിടെ മഫത്തിലാലുണ്ട്, മറ്റേതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പറയല്? അല്ല, അവിടെ മുറിച്ചൊരു കഷ്ണം ഉണ്ടാവും, അല്ലെ? കോറയോ നല്ലോ ഒക്കെ. അതിന്റെ കമ്പനി നോക്കലുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അറഫയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹജ്ജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം, ഒരു കഷ്ണം തുണി, 2 കഷ്ണം തുണി, ഒന്ന് എടുക്കാനും ഒന്ന് കുറയ്ക്കാനും അതിന്റെ ബ്രാൻഡ് ഏതാ? അല്ലെ? അതിൽ നമ്മൾ അഹങ്കാരം പറയാറില്ല ലോകത്ത്. ആ ഒരു മാനസികാവസ്ഥ നമുക്ക് നൽകാൻ കഴിയണം അറഫക്ക്. അറഫ് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. അല്ലെ? നമ്മളിപ്പോഴും നമ്മളെ എന്തൊക്കെ രൂപത്തിൽ റബ്ബ് പരീക്ഷിച്ചു. ഓക്കി തന്നു, പ്രളയം തന്നു, നിപ്പ തന്നു, കൊറോണ തന്നു. അല്ലെ? ജീവിതം എങ്ങനെ ലളിതമാക്കാമെന്ന്, ഈമാനികമാക്കാമെന്ന്, താഴ്മയും വിനയത്തിൻ്റെതുമാക്കാമെന്ന് ഒരുപാട് അവസരങ്ങളിലൂടെ അള്ള പരീക്ഷിച്ചു. എന്നിട്ട് ഇപ്പോഴെന്താ നമ്മുടെയൊക്കെ സ്ഥിതി? ഇപ്പോഴെന്താ നമ്മുടെ സ്ഥിതി? നമ്മുടെ കൂട്ടത്തിൽ അന്ന് ജോലി നഷ്ടപ്പെട്ടവരില്ലേ? വരുമാനം മുറിഞ്ഞു പോയവരില്ലേ? അന്നു മുതൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരില്ലേ? നമുക്കിടയിലൊക്കെ അടയാളങ്ങളായിട്ട് എന്നിട്ടുണ്ടോ നമുക്കെന്തോ ബോധം? ഇപ്പോഴും നമ്മുടെ കല്യാണം എങ്ങനെയാ? നമ്മളെ പെരുന്നാൾ ആഘോഷം എങ്ങനെയാ വരാൻ പോണേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ റബ്ബിന്റെ പിടുത്തത്തിലാണ് നമ്മുടെ മൂർധാവൻ ഓർക്കുക. അല്ലെ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ് എന്നത് അള്ളാഹു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക. ഞാൻ ഓതിയ ആയത്ത് നമ്മളെല്ലാ പെരുന്നാളിനും കേൾക്കുന്ന, എല്ലാവരും കേൾക്കുന്നതാണ്. അല്ലെ? ഒരുപക്ഷെ നമ്മുടെ മക്കളോടൊക്കെ ചോദിച്ചാൽ ഏത് സൂറത്തിലാത്, എന്താ ആയത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പറയും. മക്കൾ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ആണുങ്ങൾ എത്രത്തോളം പറയില്ലെങ്കിലും നമ്മുടെ ഇണകൾ, സഹോദരിമാര് പറയും. അല്ലെ? ഹജ്ജത്തുൽ വദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരേ ഒരു ഹജ്ജിൽ ഇറങ്ങിയ ആയത്താണ്. അൽയൗമ അക്മൽതു ലക്കും. അതിന്റെ മുൻഭാഗം പറയുന്നത് നമ്മുടെ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ചില വിധിവിലക്കുകളാണ്. നിങ്ങൾക്ക് ശവം തിന്നരുത്, രക്തം തിന്നരുത്, പന്നിമാംസം കഴിക്കരുത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുത്തതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചില അതുപോലെ 5-6 ഇനങ്ങൾ പറഞ്ഞു. അതുപോലെ പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഭാവി പ്രവചനത്തിന്റെ വഴിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുന്ന പരിപാടിയിലേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അസ്ലാം വെച്ചിട്ട് നിങ്ങളുടെ പ്രശ്നക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാവി പ്രവചനങ്ങൾ നാളെ എങ്ങനെ ഉണ്ടാവുമെന്ന് തീരുമാനിക്കുന്ന ആ സംവിധാനത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു.
പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പല കോലത്തിൽ വരുന്നുണ്ട്. ചത്ത മാംസമൊന്നും ചത്തൊന്നും അറിഞ്ഞോണ്ട് ആരും തിന്നൂല, നമ്മളെന്ന് മാത്രമല്ല പലരും തിന്നില്ല. പക്ഷെ നമ്മൾ അറിയാതെ പലതും തിന്നുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതെന്ന് മാത്രമല്ല, നമ്മളിൽ ചിലരൊക്കെ അങ്ങനെയൊക്കെ വലിയ ഗൗരവത്തോടെയൊന്നും അല്ലെങ്കിലും അതിൻ്റെയൊക്കെ വിൽപ്പനക്കാരും ആകുന്നുണ്ടോ എന്ന് ആരോഗ്യ വകുപ്പൊക്കെ ചില ഹോട്ടലൊക്കെ നടത്തുന്ന പരിശോധന കിട്ടുന്ന കാണില്ലേ, ആ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്ററൊക്കെ നമ്മളൊക്കെയാണ്. മാംസത്തിൻ്റെയൊക്കെ ചില അവസ്ഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ റിപ്പോർട്ടിൽ. ശ്രദ്ധിക്കുക, ബർക്കത്തുണ്ടാവില്ല അത്തരം വരുമാനങ്ങളിലൊന്നും. എന്ന് മാത്രമല്ല, അള്ളാഹു നിഷിദ്ധമാക്കിയത് നമ്മളൊരു കൂട്ടരെ തീറ്റിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിനുള്ള ശിക്ഷ വേറെയും നമ്മൾ വാങ്ങി വെക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഭാവി ചൂതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ ശകുനം നോക്കുന്ന വിധത്തിലുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്നലെ ഇപ്പം നമ്മൾ ഒരു മന്ത്രിയുടെ കാറിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നില്ലേ, 13-ാം നമ്പർ. ഈ നമ്മളിൽ പലർക്കും പേടിയുണ്ട് അല്ലെ, അങ്ങനത്തെ ചില നമ്പറുകളെയൊക്കെ പേടിയുണ്ട്, ചില നമ്പറുകളെയൊക്കെ പൂതിയുണ്ട് അല്ലെ. 756 കാറിന് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം കൊടുക്കാൻ നമ്മളെ തയ്യാറാണ്. എന്താ 756? 755 ലക്ഷമുള്ള നമ്പർ അത്രേ ഉള്ളൂ അല്ലെ. പക്ഷേ അതെന്തോ വിസ്മയുടെ ഷോർട്ടാണ് അല്ലെ, അതുകൊണ്ട് അതിനെന്തോ ഒരു ബർക്കത്തുണ്ട് അങ്ങനെ കരുതുന്നവരുണ്ട്. അതോടൊപ്പം ഇങ്ങനെ ചില നമ്പറുകൾ 13 പോലെയുള്ള ചില അക്കങ്ങൾക്ക് ദുശകുനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. അതൊക്കെ ഈ അസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഭാഗമാണ്. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു നമ്പറിന് പ്രത്യേകിച്ച് ഒരു പുണ്യം പറഞ്ഞിട്ടില്ല അല്ലെ. 313 വേറെ ചില പ്രത്യേകത. എന്റെ ബദരീങ്ങളുടെ എണ്ണമാണത്രേ. കൃത്യത ഉറപ്പൊന്നുമില്ല 313 ആണ് എന്നതിൽ. ഇനി ആണെങ്കിൽ ആ നമ്പറിന് എന്താ മഹത്വം? ഇതിലൊക്കെ ഫാൻസി നമ്പർ പൈസ കൊടുക്കല്ലേ നമ്മൾ? ഏത് വകുപ്പിലാണ് രേഖപ്പെടുത്തുക? നമ്മളൊക്കെ ആലോചിക്കണം, ഏത് വകുപ്പിലാണ് രേഖപ്പെടുത്തപ്പെടാ. പുതിയ മന്ത്രിസഭയൊക്കെ വന്നപ്പം മുഖ്യമന്ത്രിനെയൊക്കെ നമ്മളെ കുട്ടികൾ പോയി ഓർമ്മിപ്പിക്കുകയാണ് അത്രേ, വണ്ടി എന്താക്കാണ് അലങ്കരിക്കാനുള്ളതിനുള്ള പണ്ടുങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് നടക്കുമോ അല്ലെ? ഏത് വകുപ്പിൽ ആ ചെലവൊക്കെ നമ്മൾ കൊണ്ടുപോയി എഴുതാൻ നോക്കിയാൽ മതി. നിയമം പരിഗണിക്കാതിരിക്കാം അല്ലെ. സാന്ദർഭികമായി സൂചിപ്പിച്ചത് ഹജ്ജ് നമ്മുടെ ലാളിത്യം പഠിപ്പിക്കാം. അറഫ നമ്മെ എല്ലാ ദൂർത്തുകളിൽ നിന്നും ദുർവ്യയങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരികയാണ്. അറഫ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതാണ്. അതേപോലെ തന്നെ അറഫയിൽ റസൂലുള്ളാഹിയുടെ പ്രസംഗമുണ്ട്. ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ പ്രവാചകന്റെ കുറേ നിർദ്ദേശങ്ങൾ 2-3 സന്ദർഭങ്ങളിൽ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ റസൂലുള്ള പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ഹജ്ജിൽ തന്നെ 2-3 സ്ഥലങ്ങളിലായി, ദിവസങ്ങളിലായി. അത് റസൂലുള്ള ഏറ്റവും പ്രധാനമായി പറഞ്ഞു, ഒന്ന്, സുരക്ഷിതനായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ, അവന്റെ ധനം, അവന്റെ മാനം, ഇത് 3 അറഫ ദിനം പോലെ, മുഹറം മാസം പോലെ, ആ ഹറം പ്രദേശം പോലെ പവിത്രമാണ്. ഇതും നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിം എന്ന വാക്കാ ഹദീസിലുള്ളത്. ആ ഹദീസിന്റെ പുതിയ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുസ്ലിം എന്ന് പറഞ്ഞ ഈ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതിന് പ്രത്യേകതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഭീകരനല്ലാത്ത, അക്രമിയല്ലാത്ത ഒരു സാധുവായ സാധാരണക്കാരനായ മനുഷ്യനെന്നാണ്. റസൂൽ ചോദിക്കുക സാഹിബിയോട്, ഏതാ ദിവസം? അത് പറഞ്ഞു, ദുൽഹജ്ജ് 9. ഏതാ സ്ഥലം? ഇത് ഹറമ. ഏതാ മാസം? ഇത് ദുൽഹജ്ജ എന്ന് റസൂലുള്ള പറഞ്ഞു. ഈ മാസം പോലെ, ഈ ദിവസം പോലെ, ഈ ഇടം പോലെ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. കൊലപാതകമൊക്കെ ഇപ്പോൾ നമ്മൾ കോയിന് അർക്കുന്ന പോലെ മനുഷ്യന്മാർ അർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം അല്ലെ. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഇന്നലെ ഞങ്ങളിങ്ങനെ താമരശ്ശേരി കൂടെ ഹൈസ്കൂളിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഓർമ്മ വരെയായിരുന്നു കഴിഞ്ഞത്തെ ആ സംഭവം. നമ്മുടെ ഒരു മോനെ വേറെ ചില നമ്മുടെ മക്കൾ കൊലപ്പെടുത്തിയ, വളരെ ദാരുണമായി കൊന്നു കളഞ്ഞ ഒരു ഭയാനകമായ സന്ദർഭം അല്ലെ. നമ്മുടെ മക്കളൊക്കെ കുറേ പേര് ഇവിടെ ഉണ്ട് അല്ലെ. അവരുടെ ട്യൂഷൻ സെന്ററിൽ നിന്നൊക്കെ ഉണ്ടായ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൂടെയൊക്കെ ഉണ്ടായ തർക്കങ്ങളെല്ലാം കൂടി ഒരു ചെറുപ്പത്തിനെ അള്ളാഹു പവിത്രമാക്കിയ ഒരു ജീവൻ ഇല്ലാതാക്കി കളഞ്ഞു
അല്ലെ? അങ്ങനെ കടന്നു പോന്നിട്ട് ഇപ്പൊ അവസാനം എനിക്ക് മൊബൈൽ തരൂലെങ്കിൽ ഞാൻ ചാടി മരിച്ചറിയുമെന്ന് പറയുന്ന 10 വയസ്സുകാരന്റെ കോലത്തിലേക്ക് നമ്മൾ എത്തി. പവിത്രമാണ് ജീവൻ. അതേപോലെ തന്നെ രണ്ടാമത് റസൂലുള്ള പറയുന്നത് മനുഷ്യരുടെ ധനം, സമ്പത്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് കച്ചവടത്തിന്റെ പേരിലായാലും കൊള്ള ചെയ്യാൻ പാടില്ല. അല്ലെ? അത് ദാനത്തിന്റെ പേരിലായാലും അന്യായമായി വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല. അതാരുടേതാണ് എന്ന് കരുതിയിട്ട് നശിപ്പിച്ചടയാനും പാടില്ല. അല്ലെ? വീട് കിട്ടുന്ന സാധനം എടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്നാണെങ്കിൽ അത് എടുക്കണം എന്നാണ്. എന്നിട്ട് അതിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ശ്രമിക്കുക, ഇല്ല എങ്കിൽ പിൽക്കാലത്ത് അതിന്റെ ഉടമയെ കിട്ടിയാൽ നഷ്ടപരിഹാരം നൽകുക, അല്ലെങ്കിൽ ആ വിലക്കുള്ള വസ്തു ദാനം ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വീണ് കിടക്കുന്ന മാങ്ങ പോലും ടയറ് കയറി അരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവനാണ് വിശ്വാസം. നമുക്ക് ചിരിയൊക്കെ വരുന്നുണ്ടാകാം, അല്ലെ? പക്ഷേ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ധനം അത് പവിത്രമാണ്. മൂന്നാമതായി റസൂലുള്ളാഹി ഉണർത്തുന്നത് അഭിമാനമാണ്. ഒരു വിലയില്ലാത്തൊരു സാധനയിലെന്ന്, അല്ലെ? മാനാഭിമാനം, അല്ലെ? പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തി മറ്റൊന്ന് ആരൊക്കെയോ നശിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തും പറയാം, അല്ലെ? അതൊരു അള്ളാന്റെ ഭവനത്തിന്റെ ഒരു കമ്മിറ്റിന്റെ പേരിലാണെങ്കിലോ, അല്ലെ അള്ളാന്റെ പേരിൽ ഒത്തുകൂടിയ ഒരു സംഘടനയുടെ പേരിലാണെങ്കിലോ പോലും നമുക്ക് ബേജാറില്ല. എന്തൊക്കെ പറയും നമ്മൾ പരസ്പരം, അല്ലെ? ഒരൊറ്റ വാക്കുകൊണ്ട് ജന്മകാലം മുഴുവൻ മായ്ച്ചാൽ മായാത്ത വിധത്തിലുള്ള മുറികളിലേക്ക്, അല്ലെ? അത്രയും വലിയ വേദനകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കുക, ചെറിയ മക്കളടക്കം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പരസ്പരമുള്ള വർത്തമാനങ്ങളിൽ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഒരാളുടെയും അഭിമാനത്തിനെ, തിന്മകൾ, ന്യൂനതകൾ കണ്ടാൽ പോലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയല്ലേ? എൻ്റെ കൂട്ടുകാരനെ എനിക്കടുത്തറിയാം, അവന്റെ ന്യൂനതയും എനിക്കറിയാം, പക്ഷെ അത് മൂന്നാമത്തെ ഒരുത്തനോട് പറയാൻ പാടില്ല. അവനോട് പറയണം. അത് തിരുത്താൻ പറ്റിയ അതിൻ്റെ അധികാരികളുണ്ടെങ്കിൽ അവരോട് പറയണം, അല്ലാത്തൊരാളോട് പറയാൻ എനിക്ക് അവകാശമില്ല. അറഫയും ഹജ്ജും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണത്. മനുഷ്യരുടെ ജീവൻ, മനുഷ്യരുടെ ധനം, അവരുടെ മാനം, അവരുടെ അഭിമാനം അത് പവിത്രമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി അവിടെ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. പലിശ ഇതാ ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ അവസാനിപ്പിക്കും. ഒറ്റ പ്രഖ്യാപന അല്ല പലിശയുടെ ഒരൊറ്റ പ്രഖ്യാപന. കള്ളങ്ങനെയല്ല. ലഹരി വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിരോധിച്ചത്, പക്ഷെ പലിശയുടെ നിരോധനം ഒന്നിച്ചു വന്നതാണ്. എൻ്റെ എളാപ്പ അബ്ബാസിന് കൊടുക്കാനുള്ള പലിശ ഇനി ആരും കൊടുക്കണ്ട, അങ്ങനെയാ തുടക്കം. പലിശ അവരുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഹലാല. അത്രയും കാലം അവർ സ്വസ്ഥമായി സമാധാനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ പലിശ. അതുകൊണ്ട് അബ്ബാസ് നിന്ന് കുറെ ആൾ പലിശ കൊടുക്കാനുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, എൻ്റെ പിതൃവ്യന് കൊടുക്കേണ്ട പലിശ ഇനി ആരും കൊടുക്കേണ്ട, മുതൽ കൊടുത്താൽ മതി. ഇതാ ഇന്ന് മുതൽ എൻ്റെ കാലിനടിയിൽ ഞാൻ ഇതാ പലിശ അവസാനിപ്പിക്കുന്നു. ഒരു അറഫ നോമ്പെടുത്ത് അല്ലെങ്കിൽ ഒരു പരിക്ക് മൃഗത്തിൽ കത്തിവെച്ച് നമുക്ക് പറയാൻ കഴിയുമോ പലിശ ഇടപാട് അവസാനിപ്പിക്കുക? ഒരു ദിവസം കൊണ്ടൊന്നും സാധിച്ചോണമെന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പലിശ വരാതിരിക്കാൻ, കൊടുക്കലായാലും ശരി വാങ്ങലായാലും ശരി, വാങ്ങൽ മാത്രമല്ലല്ലോ പാപം, അല്ലെ? പലിശ കൊടുക്കുന്ന ഒരു സാഹചര്യം പരമാവധി ഞാൻ ഒഴിവാക്കിയെടുക്കും. എൻ്റെ വണ്ടിയിൽ, എൻ്റെ വാഹനത്തിൽ, എൻ്റെ മറ്റെന്തെങ്കിലും ജീവിത ആവശ്യങ്ങളിൽ, വിവാഹത്തിന്, ഇതൊക്കെ പലിശ ഇല്ലാതെ വരാൻ, ഒരു ഉറുപ്പിയുടെ പലിശ കുറച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള വഴി റസൂലുള്ളാഹി വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു വിഷയമാണ്. ഓരോന്നും വേറെ വേറെ പറയണ്ട, പക്ഷെ ഞാൻ അറഫ സന്ദേശം എന്നുള്ളതിലുള്ള ചില കാര്യങ്ങൾ ഒന്നിച്ച് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കുടിപ്പക അവസാനിപ്പിക്കുന്നു. അതിനും റസൂലിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം എടുത്തു. റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് മറുകുടുംബം ആ കുടുംബം പകരം ചോദിക്കാൻ നിൽക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ല, ഇനി അതിന് പകരല്ല, അവസാനിച്ചു. നമ്മളെ കല്യാണങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും പ്രശ്നക്കാരെന്താ,
ഇത്തരം ചില കുടിപ്പകകളാണ് അല്ലേ. പണ്ടോൻ അങ്ങനെ ചെയ്തിട്ട് അതിന് ഇന്നുള്ളതാണ്. നമുക്ക് ഒരറഫയിൽ നിന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഞാൻ ഈ പഴയതിന് എൻ്റെ കൂട്ടുകാരനായാലും കുടുംബമായാലും അയൽപ്പക്കായാലും ആരോടുള്ള പഴയ ദേഷ്യം എനിക്കില്ല അല്ലെ. ഞാനത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ അറഫ നൽകുന്ന സന്ദേശം അല്ലെ. ആ സന്ദേശത്തിലേക്ക് അള്ളാഹു അയച്ചിറക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇന്ന് നാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ സംസ്കാരം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇതിലേക്ക് പുതിയതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലെ. നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഏത് കാലത്ത് ഏത് ലോകത്തും സാഭിമാനം ജീവിക്കാനുള്ളത് കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, എവിടം വരെ ആകാം, എവിടം വരെ ആകരുത് കൃത്യമാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാലും ഹറാമും ഒക്കെ കൃത്യമാക്കി അള്ളാഹു തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു, വ്യക്തമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ ഈ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു. അള്ളാഹിന്റെ ദീനിനെ അനുഗ്രഹമാക്കി കാണാം. നമുക്ക് പലപ്പോഴും അതൊരു ശാപമായി പ്രയാസമായി തോന്നാറുണ്ട് അല്ലേ. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് എഴുത്തായി ഏറ്റെടുക്കാൻ കഴിയണം. അതാ ഇബ്രാഹിം അനമീനൽ മുസ്ലിമിലെ നമ്മൾ വജ്ജഹത്തുൽ ചെല്ലലുണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞെന്താ? അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാം മുസ്ലിമാണ്. നമുക്ക് ചുരുങ്ങിയത് അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് സാഭിമാനം പറയാൻ കഴിയണം. വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട് നാം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ അത് മതി. എന്താ അവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കെട്ട്, അത് വേറെ ഏതോ ഒരു സംസ്കാരത്തിന്റെ. എന്തിനാ? ഇസ്ലാം അങ്ങനെ ഒരു സംസ്കാരം തന്നില്ലല്ലോ. നിന്റെ മോനെ നിന്റെ പാന്റ് എന്താ ഇങ്ങനെ, അത് വേറെ ഏതോ ഒരു സംസ്കാരത്തിൻ്റെതാ. നിനക്ക് ഇസ്ലാം ഒരു കൊല്ലം പറഞ്ഞില്ലേ? പാന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ ആ പാന്റിന്റെ മാന്യതയെ കുറിച്ച് ഇസ്ലാം സംസാരിച്ചില്ലേ? ബിരിയാണിക്ക് താഴെ പോകരുതെന്ന് അല്ലെ, അതുപോലെ പൊക്കളിൽ താഴെ വരരുതെന്ന് അല്ലെ. അപ്പോ നമ്മുടെ സംസാരമായാലും നമ്മുടെ ഭക്ഷണമായാലും നമ്മുടെ വാഹനമായാലും ഒക്കെ തന്നെയും റളീതു ലക്കും ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് സംസ്കാരമാക്കി നാം തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, അത് മതി, അതിനപ്പുറത്തേക്ക് വേണ്ട എന്ന് പറയാൻ ഈ അറഫ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഹജ്ജ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറഫയും പെരുന്നാളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കുക, പറഞ്ഞതെന്തൊക്കെയായിരുന്നു എന്ന്. എന്നിട്ട് അത് ഈ ഒരു അറഫയിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു പെരുന്നാളിൽ നമുക്ക് എത്രത്തോളം പ്രായോഗികമാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. റബ്ബ് അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിന് അള്ളാഹു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണവും റസൂലുള്ള അന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾക്കിതാ രണ്ട് പ്രമാണങ്ങൾ വെച്ചു പോകുന്നു. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് സുന്നത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ ഏതോ ഒരു സിനിമ ഇറങ്ങി, പുതിയ ഏതോ ഒരു പുസ്തകം വന്നു, പുതിയ എന്തോ ഒരു സംസ്കാരം വരുന്നു, നമുക്ക് നമ്മുടെ ഈ കിതാബും വെച്ച് നോക്കണം അല്ലെ. അത് വെച്ച് നിസ്കാരം നോക്കും മാത്രമല്ല ഇത് നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഡ്രസ്സ് ഞാൻ നോക്കേണ്ടതില്ല, എൻ്റെ മുടി ഞാൻ നോക്കേണ്ടത് അതില്ല, എൻ്റെ ഒരു ഇമോജി ഞാൻ നോക്കേണ്ടത് അതില്ല. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ഇടുന്നൊരു ഇമോജി ഉണ്ടല്ലോ, അതിൻ്റെ പ്രമാണം എനിക്ക് എൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ദീൻ മനോഹരമായി തോന്നും, സന്തോഷമായി തോന്നും. അതിനുവേണ്ടി എന്തും ത്യജിക്കാനും സഹിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ റബ്ബ് സമൂഹത്തിന് ഇസ്സത്തും തരും.
അറഫയിലേക്ക് റസൂലുള്ള എത്തുന്നത് എത്ര കൊല്ലം കൊണ്ടാണ്? വെറും 9 കൊല്ലം കൊണ്ടല്ലേ റസൂലിനെ പായിപ്പിച്ച നാട്ടിലേക്ക് റസൂലുള്ള തിരിച്ചു വന്നിട്ട് വെറും 9 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10,000-കണക്കിന് വിശ്വാസികളുമായിട്ട് ആ മക്കത്തേക്ക് തിരിച്ചു വരികയാണ്. താൻ ആക്ഷേപിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക്. നമ്മൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, നമുക്കൊരു മനസ്സമാധാനം പലപ്പോഴും കിട്ടുന്നില്ലല്ലോ. അള്ളാഹിന്റെ പ്രമാണങ്ങളനുസരിച്ച് ഈ ദീനിനെ നാം ജീവിതത്തിൽ കൊണ്ട് നടക്കാനെങ്കിൽ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, ചെറുപ്പക്കാരോട്, നമ്മുടെ പെരുന്നാളിലേക്കാണ് 7 മണിക്ക്, വ്യാഴാഴ്ച 7 മണിക്കാണ് ഇവിടെ പള്ളിയിലെ നമസ്കാരം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആ പെരുന്നാളിന്റെ ആഘോഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഓർമ്മകളിലൂടെ ആക്കുക. ഇസ്മായിലിനെ പോലെയുള്ള ഒരു മോനായി ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു ഉപ്പയാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ഹാജറിനെ പോലെയുള്ള ഒരു സഹോദരിയാണോ ഞാൻ എന്ന് ആലോചിക്കുക. അങ്ങനെ ആ പെരുന്നാളിനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. അത് ഒച്ചയും ബഹളവുമായിട്ടല്ല, തക്ബീറിന്റെ. നമുക്കറിയാം, അന്ന് പുലർച്ചെ മുതൽക്ക്, അറഫ പുലർച്ചെ മുതൽക്ക്, സുബഹ് മുതൽക്ക് അയ്യാമു തശ്രീഖ് 13-ന്റെ അന്ന് അസർ വരെ തക്ബീർ നിർഭരമാകണം നമ്മുടെ വീടുകൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ഇടങ്ങൾ. ആരെയും പേടിപ്പിക്കാനല്ല, ബോലോ തക്ബീർ പറയാനല്ല. അല്ലാഹു അക്ബർ, അല്ലെ, അല്ലാഹുവേ നീയാണ് വലിയവൻ, അല്ലെ, പടച്ചോനെ നിന്റെ മുമ്പിൽ ഞാൻ അസ്ഗറ, ഏറ്റവും ചെറിയവനാ, നിന്റെ കാരുണ്യം ഞങ്ങൾ ഒരു സെക്കൻഡ് മാറി നിന്നാൽ പടച്ചവനെ ഏറ്റവും ദുർഭാഗ്യവാന്മാരാകും ഞങ്ങൾ എന്ന പേടിയോടെ ആ തക്ബീറുമായിട്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ, 7 മണിക്കാണ്, കുറേ ഇതുകാവുന്നില്ലല്ലോ മഴയൊക്കെ ആയതിനാൽ 7 മണിക്കാണ് പള്ളിയിലെ നമസ്കാരം. അതോടൊപ്പം നമ്മുടെയുമായി ബന്ധപ്പെട്ടൊരു സഹോദരൻ്റെ ബന്ധു അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ സുഹൃത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മളോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ആവശ്യപ്പെട്ടു. കാരുണ്യവാനായ റബ്ബ് ആ സഹോദരന് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, നീ വിശ്വാസികൾക്ക് ഇസ്ലാമിക ലോകത്തിൽ അനുവദിച്ചു തന്ന ആഘോഷം ഈദുൽ അദ്ഹ അതിൻ്റേതായ എല്ലാ ഈമാനോടും കൂടി ആഘോഷിക്കുവാൻ നീ ഞങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയുമുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ഹജ്ജ് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുന്ന നിന്റെ അതിഥികളായ ആ 10,000-കൾക്കും സമാധാനത്തോടെ, സംതൃപ്തിയോടെ, പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ച് അവരവരുടെ നാടുകളിലേക്ക് തൗഹീദിന്റെ ഈമാനുമായി തിരിച്ചു പോകുവാനുള്ള സാഹചര്യം നൽകി നീ സഹായിക്കണമേ റബ്ബേ. റബ്ബേ, ഞങ്ങളിൽ പലരും ഹജ്ജ് നിർവഹിച്ചവരാണ്, നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ നാഥ. ഇനി ബാക്കി പലരും ഞങ്ങൾ അങ്ങനെയുള്ള ഒരവസരത്തിനായി കാത്തിരിക്കുന്നവരാണ് റബ്ബേ. നിന്റെ വിളിക്ക് ദുനിയാവിൽ നിന്ന് ആ അർത്ഥത്തിൽ ഉത്തരം നൽകി ലബ്ബൈക പറഞ്ഞ് ആ ഭൂമിയിലെത്തി നീ വിശിഷ്ടമാക്കിയ ആ പ്രദേശങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ദിവസങ്ങളിലൂടെ, സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ജീവിതത്തിൽ കുറേയേറെ വീഴ്ചകൾ പറ്റിയവരാണ് ഞങ്ങൾ. ഹജ്ജ് പോലുള്ള ഒരു മഹത്തായ അനുഭവത്തിലൂടെ, ആരാധനയിലൂടെ അത് പൊറുക്കലിനെ തേടാൻ ഞങ്ങൾക്ക് അവസരമില്ലെങ്കിലും കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ആ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള ഈമാനും ആരോഗ്യവും ആയുസ്സും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാരുണ്യവാനായ റബ്ബേ, എല്ലാറ്റിനും പരിഹാരം നൽകുവാൻ ശേഷിയുറ്റവൻ ഉദാരനുമാണല്ലോ നീ റബ്ബേ. നീ അവർക്കെല്ലാം അവരുടെ എല്ലാ പ്രയാസങ്ങളും നല്ല നിലയിൽ പരിഹരിച്ചു നൽകണമേ നാഥ. റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, എല്ലാവിധത്തിലുമുള്ള നന്മകളോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക
أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.